നമ്മളെ കയ്യിലിരിക്കുന്ന മുതൽ M31 എന്ന് പറഞ്ഞ മോഡലാണ്. കംപ്ലൈന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര ചാർജ് കുത്തിയിട്ടാലും ഇതേപോലെ ചാർജിങ് ലോഗ് ആയിട്ട് നിൽക്കണം. കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈന്റ് ആണ് CPU. അപ്പോൾ നമുക്ക് ഇനി CPU ചെയ്തിട്ട് നോക്കാം. ഇതാണ് M31ന്റെ ബോർഡ് വരുന്നത്. ഇത് ഫ്രഷ് ബോർഡാണ്, ആരും നമ്മൾ കളിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് 100% നമുക്ക് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും. ഇവിടെയാണ് ഇതിന്റെ CPU വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് വലിച്ച് പറിച്ച് ഊരിയിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ CPU, റാമും പിന്നെ ലൈറ്റ് ഐസിയും പാടെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് CPU വരുന്നത്. ഇതിന്റെ മുകളിൽ ഒരു സ്പേസ് ഉണ്ടാവും റാം വെക്കാൻ. ഇതാണ് ഇതിന്റെ റാം. ഇത് സൈഡിൽ ചെറിയ ലൈറ്റ് ഐസി. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി റീബോൾ ആക്കിയിട്ട് നോക്കാം. CPUം റാമും ലൈറ്റ് ഐസിയും പാടെ റീബോൾ ചെയ്തിട്ട് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. റീബോൾ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ബോർഡിലേക്ക് ഫിക്സ് ആക്കിയിട്ട് നോക്കാം. അങ്ങനെ നമ്മളെ എല്ലാ വർക്കിന് ശേഷം ബാക്ക് ടു ലൈഫ് സാംസങ് M31. അങ്ങനെ നമ്മളെ CPU ഒക്കെ റീഫിക്സ് ചെയ്ത് സാധനം ഓണായിട്ടുണ്ട്. CPUവും റാമും ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് സാധനം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളി. എല്ലാത്തിനും നമ്മളായിട്ട് പരിഹാരമുണ്ട്.